കൊടി വയ്ക്കാൻ പോകുന്നത്. ഇവനെ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന ആള്. പുറമേ കാണുന്ന മുഖമല്ല, നമ്മൾ പുള്ളിനെ പേഴ്സണൽ ആയിട്ട് കാണുമ്പോ ഒരാഴ്ച രാത്രിക്ക് വിളിച്ചുകൊണ്ട് 1 മണിയായി കാണും. എനിക്ക് ദേഷ്യമൊക്കെ വന്നു. പക്ഷെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. ചെന്നപ്പോ കാണുന്ന എന്താന്നറിയോ, 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ്. കുടുംബം കലക്കാൻ നടക്കുന്ന ഓരോരുത്തര്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ ഇതെന്താ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോ അതും കണ്ടു. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ടെന്ന് പറഞ്ഞു. സത്യമായിട്ട് ഓടിപ്പോയി. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെയും വേറൊരു നടി, എന്റെ അതേ പ്രായം തന്നെയുള്ള ഒരു നടി. ഇത് തീർന്നില്ലേ? എടി നിർത്തടി, നീ വർത്താനം പറയല്ലേ. നീ പരിചയപ്പെടുന്ന പെണ്ണുങ്ങൾ എന്താണോ ഒടിയന്മാരാണോ? ദിവസവും ഓരോന്നോരോ തലവണിയായിട്ട് മാറുന്നുണ്ടല്ലോ. ഞങ്ങളെ രണ്ടുപേരും വിളിച്ചു പറഞ്ഞു, ഇന്ന് എനിക്ക് കാണേണ്ടത് നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ. എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം, നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കിന്ന് കാണണം. അപ്പൊ സത്യമായിട്ടും എന്റെ ഈ വേഷത്തിൽ നിങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാലുള്ള ഒരു ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്ത ദിവസം ഞങ്ങൾ രണ്ട് പരസ്പരം നോക്കി. നോ സർ, അയ്യോ നോ 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 അങ്ങനെ. അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങ് വ്യവസ്ഥനായി. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങി. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഇതുപോലുള്ള വൃത്തിയായിട്ട സ്ഥലത്തൊക്കെ ഓരോ കാരണം പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്താൻ നാണല്ലേ മനുഷ്യ. സ്കലനായപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ മേത്തുവാക്കി, എന്റെ മേത്തുവാക്കി. ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ സത്യമായിട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. മുതലാളിക്ക് തെമ്മാടിക്കുടി ഉറപ്പായി. പറ്റിയത് പറ്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും? കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം.